ഷെലിൻസ് കിച്ചൺ ആർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഫലൂദ ഐസ്ക്രീം ബാറാണ് പരിചയപ്പെടുത്തുന്നത്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫലൂദ ഐസ്ക്രീമാണിത്. വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. 2 ടേബിൾ സ്പൂൺ സ്ട്രോബെറി സിറപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. 1/4 കപ്പ് സേമിയ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കറുത്ത കസ്കസ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ബദാമും 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്സും ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കോൺഫ്ലോറൊക്കെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സായി കിട്ടണം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇത് ഞാനിപ്പോൾ സ്ട്രോബെറി സിറപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള പിസ്തയോ വാനിലയോ ഏത് ഫ്ലേവറും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കോൺഫ്ലോർ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ കൈ മാറ്റാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. സേമിയ ഞാൻ സാധാരണ സേമിയാണ് ഇട്ടിരിക്കുന്നത്, വറുത്ത സേമിയയല്ല. ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട്. ഒരുപാട് അങ്ങ് കട്ടിയാവേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ആക്കി എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളൊരു സ്പൂൺ കൊണ്ട് ഒന്ന് നോക്കുമ്പോൾ സ്പൂണിൻ്റെ പുറകു ഭാഗം ഇതുപോലെ ഒന്ന് കിട്ടുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് തണുപ്പിക്കാൻ വെക്കാം. നമ്മളത് തണുപ്പിക്കുമ്പോൾ നമ്മൾ കൈമാറ്റാതെ ഇളക്കി കൊടുത്ത് പെട്ടെന്ന് തന്നെ തണുപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇതിൽ പാട കെട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു പോളിത്തീൻ കവർ വെച്ച് നമുക്ക് തണുപ്പിച്ചെടുത്ത ഐസ്ക്രീം മിശ്രിതം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യാം. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി 4 സൈഡും ഫോൾഡ് ചെയ്തെടുത്ത് നമുക്ക് ഫ്രീസറിൽ ഓവർനൈറ്റ് വെക്കുന്നതാണ് നല്ലത്. അറ്റ്ലീസ്റ്റ് 8 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രീസറിൽ വെക്കണം. ഇപ്പോൾ മൂടി വെച്ച ഫ്രീസറിൽ നമുക്ക് 8 മണിക്കൂർ വെക്കാം. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ ഐസ്ക്രീം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ ഫലൂദ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ലൈസ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ ഫലൂദ ഐസ്ക്രീമിൻ്റെ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണിത്. പെട്ടെന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. ഏത് ഫ്ലേവറിലും നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.